ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷത്തെ മൂന്നാമത്തെ ഓണച്ചിത്രം നാളെ ഓഗസ്റ്റ് 29 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ഓണക്കാലത്ത് റിലീസിനായിട്ട് എത്തിയ രണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽത്താഫ് സലീം സംവിധാനം ചെയ്യുന്ന ഫഹദ് കല്യാണി തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയാണ് ഓടം കുതിര ചാടം കുതിര. പലരും ഇന്ന് സിനിമ റിലീസായോ എന്നൊക്കെ കരുതി എന്താണ് അഭിപ്രായങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. എന്നാൽ യഥാർത്ഥത്തിൽ സിനിമ റിലീസായിട്ടില്ല. സിനിമയ്ക്ക് ബുക്കിംഗ് ആരംഭിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഒരു ട്രെൻഡിലും സിനിമ ഇടം നേടിയെടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് 24 മണിക്കൂർ ബുക്കിംഗ് ട്രെൻഡ് എല്ലാം തന്നെ ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ റോംകോം സിനിമയ്ക്ക് അത്യാവശ്യം നല്ല പ്രൊമോഷൻസ് എല്ലാം തന്നെ അണിയറ പ്രവർത്തകർ നടത്തിയെങ്കിൽ പോലും അതൊന്നും തന്നെ വലിയ ഇമ്പാക്റ്റ് ആയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാളെ അഭിപ്രായങ്ങൾ നന്നായാൽ സിനിമ തിയേറ്ററുകളിലെ തരംഗമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സിനിമയുടെ ട്രെയിലറിനൊന്നും തന്നെ പ്രതീക്ഷ ലെവൽ അഭിപ്രായങ്ങൾ അത്ര നല്ല അഭിപ്രായങ്ങൾ വന്നില്ല എങ്കിൽ പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർ വളരെയധികം കോൺഫിഡന്റിലാണ്. ഓണം റിലീസ് ചിത്രങ്ങളിൽ ആദ്യം പ്രിവ്യൂ ഷോ അഭിപ്രായങ്ങൾ വന്നത് ഈ സിനിമയ്ക്കായിരുന്നു. അത് പ്രകാരം സിനിമയ്ക്ക് പോസിറ്റീവ് ആയിരുന്നു. ബാക്കിയെല്ലാം തന്നെ നാളെ തിയേറ്ററുകളിൽ കണ്ടറിയാം. മോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ചിത്രം കൂടിയായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ നായികയായിട്ടെത്തിയ സിനിമ ആക്ഷൻ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിലെ മികച്ച ബുക്കിംഗ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാന മണിക്കൂറിൽ 10,000-ലധികം ടിക്കറ്റുകൾ നേടിയെടുത്താണ് സിനിമ മുന്നേറുന്നത്. ഇതിനിടയിൽ സിനിമ തമിഴ് തെലുഗു ഭാഷകളിൽ കൂടി റിലീസാകുമെന്ന് നേരത്തെ ഒഫീഷ്യൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യ ദിവസം തമിഴ് തെലുഗു ഭാഷകളിൽ റിലീസായിട്ടില്ല. നാളെയാണ് സിനിമയുടെ തമിഴ് തെലുഗു റിലീസ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മലയാളത്തിൽ നിന്നുള്ള പുതിയ പാൻ ഇന്ത്യൻ സിനിമ നോക്കി നിസ്സംശയം വരാവുന്ന സിനിമയാണല്ലോ ലോക. ചിത്രം പാൻ ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് കൂടി നന്നായി കണക്ട് ആകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെ കണക്ട് ആയാൽ അന്യഭാഷയിൽ കൂടി തരംഗമായാൽ ഒപ്പം തന്നെ ദുൽഖറിന്റെ വെയ്ഫറർ വഴി മികച്ച പ്രൊമോഷൻസ് അന്യഭാഷയിൽ നടത്താൻ കഴിഞ്ഞാൽ മോളിവുഡിന്റെ അടുത്ത 100 കോടി സിനിമയായിട്ട് ചിത്രം മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മലയാള സിനിമയിലെ ഭൂരിഭാഗം മുൻനിര നടന്മാരും 100 കോടിയിലധികം കളക്ഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്ക് ഒരു ഫീമെയിൽ ലീഡിനെ പ്രധാന കഥാപാത്രമാക്കി എത്തിയ കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര കോടിയിടം നേടിയെടുക്കുകയാണെങ്കിൽ ആവേശത്തോടെ കാത്തിരിക്കാം ലോകയുടെ ആ 100 കോടി കളക്ഷന്റെ വാർത്തകൾക്ക്, നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്.